രോഹിത് ഷെട്ടി ഡയറക്റ്റ് ചെയ്ത സിംഗം അഗൈൻ, അജയ് നായകനായിട്ട് വന്ന സിംഗം അഗൈൻ. അജയ് നായകൻ എന്ന് പറയുന്നതിൽ പുള്ളിക്ക് ഒരു ഫോണും കൊടുത്തിട്ടുണ്ട്, ഹെലികോപ്റ്ററും കൊടുത്തിട്ടുണ്ട്. പല ആംഗിളിൽ നിന്ന് വരാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇങ്ങനെ ഷോട്ട് വെക്കും, അപ്പോൾ ആ ആംഗിളിൽ നിന്ന് വരിക, അതേ ഉള്ളൂ പുള്ളിയുടെ റോൾ ഇതിനകത്ത്. ഇതിന് ഫോൺ എടുത്ത് വിളിക്കുക, ഹെലികോപ്റ്ററിൽ കറങ്ങുക, ഇതാണ്. എനിക്ക് തോന്നിയത് മതി, നായകൻ മാസം കാണിക്കുന്നത് മതിയെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് രോഹിത് ഷെട്ടി വിശന്നിരുന്നപ്പോ ചെയ്തങ്ങണ്ട, സെക്യൂരിറ്റി കഴിക്കാതിരിക്കുമ്പോ ചെയ്തങ്ങണ്ട, അല്ലെ ഇമാരെ ഐഡിയ ഒന്നും തോന്നുന്നില്ല. അങ്ങനെ പുള്ളി ഒരു ഫോഴ്സ് തുടങ്ങി ഡ്രഗ് ക്ലിയർ ചെയ്യാൻ, ഡ്രഗ് ഡീലിംഗ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ടൊരു ഫോഴ്സ് തുടങ്ങി. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരെ അടിച്ചോണ്ട് പോകും. അങ്ങനെ അടിച്ചോണ്ട് പോകുന്ന വഴിക്ക് എല്ലാത്തരം ബാക്കിയുള്ളവരൊക്കെ ഉണ്ടോ. അപ്പൊ അങ്ങനെ ദീപികപ്പെടുക്കുന്ന ഇതേപോലെ കാണിക്കുന്ന ഇൻട്രോ ആണ് അത്. അതിന് വന്നിട്ട് ഫസ്റ്റിലത്തെ സിംഗത്തിനകത്ത് പുള്ളിയുടെ ഇൻട്രോ ആണ് ഇതിനകത്ത് ഇവർക്ക് കൊടുത്തേക്കാണ്. ഇങ്ങനെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അങ്ങനെയൊക്കെയുള്ള ഇൻട്രോ ആണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് ഇൻട്രോ ഉള്ള ഇതാ. എന്നിട്ട് പുള്ളിക്കാരി വന്നിട്ട് അപ്പോൾ വൻ ഷോ സീനൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇവരെ പിടിച്ചോണ്ട് പോകും. അവിടുന്ന് വില്ലൻ വരും, അർജുൻ കപൂർ വരും. അർജുൻ കപൂറിന്റെ മെയിൻ ഹോബി എന്ന് പറയാൻ കത്തിക്കുക എന്നുള്ളതാണ്. വണ്ടി കത്തിക്കുക, പോലീസ് സ്റ്റേഷൻ, വീട് കാണുന്നതൊക്കെ കത്തിക്കുക, ഇതാണ് പുള്ളിയുടെ ഒരു ഹോബി. എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുക. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അതിന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. അങ്ങനെ പിന്നെ അവിടുന്ന് അവന്റെ കൂടെ ഉള്ളവരെ രക്ഷിച്ച് കൊണ്ടുപോകും. അപ്പൊ പോകുന്ന വഴി കരീനൊക്കെ പോകുന്ന ഞാൻ പറയുന്നത് അടിച്ചോണ്ട് പോയിട്ട് ഇവള് ഇറങ്ങി ഓടും. പോകുന്ന വഴിക്ക് ഇറങ്ങി ഓടി നേരെ കാട്ടിലോട്ട് ഓടുമ്പോഴാണ് ടൈഗർ ഷെറഫിന്റെ ഇൻട്രോ. ടൈഗർ ഷെറഫ് കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും, ടൈഗറിനെ പോലെ. എന്നിട്ടൊരു ഫസ്റ്റ് ഒരു വെടിയും പോകും. വെടി കൊണ്ടുവരുമ്പോൾ കരീന കപൂർ ഇത് വെടി കൊണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ചെറുതല്ലേ, കുഴപ്പമില്ലെന്ന് പറയും. ഇതാണ് പുള്ളിയുടെ ഒരു മാസായിരിക്കും. അങ്ങനെ പോയി പിന്നെ ടൈഗർ ഷെറഫിന്റെ അമ്മ വരുന്നു. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നു. ടൈഗർ ഷെറഫിനെ എല്ലാം നോക്കുന്നു. അതിനുശേഷം വില്ലൻ അവിടെ വന്നിട്ട് അവരുടെ വീടും കത്തിച്ച് അവരുടെ ഏരിയയും കത്തിച്ചിട്ട് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകും. ഈ രണ്ടിടത്തും അജയ് ദേവൻ ഹെലികോപ്റ്ററിൽ വരുന്നു, ഫോണും കയ്യിലുണ്ട്. അവരെ സമാധാനിപ്പിക്കുന്നു, കുഴപ്പമില്ലെന്ന് പറയുന്നു. പിന്നെ അടിച്ചോണ്ട് പോകുന്നത് രൺവീർ സിംഗിന്റെ അടുത്തോട്ട് അടിച്ചോണ്ട് പോകുന്നു. അപ്പൊ അവനെ വിളിക്കുന്നു, അവനോട് കാര്യം പറയുന്നു. എന്നിട്ട് അവിടെ ഇതുപോലെ പോകുന്നു. പുള്ളി അവിടുന്ന് ഹെലികോപ്റ്റർ അവിടെ ചെല്ലുന്നു. അവൻ പറയുന്നു എനിക്ക് രക്ഷിക്കാൻ ഒത്തില്ല എന്ന് പറയുന്നു. അവിടെ ചെല്ലുന്നു. എന്നിട്ട് ഇവളെയും കൊണ്ടൊരു പോർട്ടിൽ പോകും. കരീന കപൂറിനെ കൊണ്ട് പോർട്ടിൽ പോയി കഴിയും. പിന്നെ കുറച്ച് അളിയടിയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. എന്നിട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടി രൺവീർ സിംഗ് അവിടോട്ട് പോർട്ടിന്റെ ഇവരുടെ മെയിൻ ഏരിയയിലോട്ട് പോകുന്നു. അതായത് നായകനെ ഇവരെവിടാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് രാമായണവും കൂടെ കൂട്ടിച്ചേർത്ത ഇത് കാണിക്കുന്നത്. അത് അങ്ങനൊന്നും വേണ്ടായിരുന്നു. അതെന്തോ ഡയറക്ടറിന്റെ ഇത് നമുക്കറിയില്ല. എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ ഇതുപോലെ സ്പോട്ട് ചെയ്ത് ഇവരെല്ലാം കൂടെ ഈ വലകളെല്ലാം കൂടെ നേരെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് ചാറ ഇരിയും വേളമൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത സിംഗം വരുന്നു. ആരാ? നമ്മുടെ അക്ഷയ് കുമാർ വരുന്നു. പിന്നെ പിന്നെ ബഹളവും പാടയും ഓടിച്ചിട്ട് ഇവനെ എവിടെയോട്ട് ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാല് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കഥയോ ലോജിക്കോ ഒന്നും നോക്കരുത്. ഇത് കാണുന്നവരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ അൺലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ ഇതിനകത്ത് വേറൊന്നും ഇല്ല, കഥയായിട്ടൊന്നും ഇല്ല. പിന്നെ എന്താ പറയുക, അവസാനം പിന്നെ ഏറ്റവും വിറ്റെന്ന് പറഞ്ഞാൽ ക്യാമിയോ ആയിട്ട്, എല്ലാം ക്യാമിയോ ആണോ എനിക്കറിയാൻ പറ്റും. അവസാനം നമ്മുടെ ദബങ്കിലെ ആശാൻ വരുന്നത്, അത് പുള്ളി വന്നിട്ട് അവസാനം ഇങ്ങനെ കണ്ണാടി എടുത്ത് ഇങ്ങനെ പുറകോട്ട് വെക്കുന്ന ഷോട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത സീരീസിൽ പുള്ളിയും കാണുമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഈ ഫീൽഡിലോട്ടായിട്ട് നിൽക്കുന്നവരെല്ലാം വിളിച്ചെടുത്തിട്ട് വീണ്ടും ഫീൽഡിലോട്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവർക്കൊക്കെ അല്ലാതെ ഏതെങ്കിലും ഒരു പടം കൊടുത്തായിരുന്നെങ്കിൽ ഇത് ചെയ്തു തന്നെ. പിന്നെ എനിക്ക് രോഹിത് ഷെട്ടിയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്നിക്കേഴ്സ് കഴിക്കും. നിങ്ങൾ സ്നിക്കേഴ്സ് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ വിശപ്പ് മാറും. വിശപ്പ് മാറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോട്ടുകൾ പോവും, നല്ല നല്ല ചിന്തകൾ വരും. അപ്പോൾ നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടാറ്റ.